ഹലോ ഗൈസ്, എനിക്ക് മെസ്സേജ് ഉണ്ട് പുതിയൊരു മറ്റൊരു സാർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ട്വിറ്റർ വീഡിയോ ആയിട്ടാണ്, ഒരു അയൺ ഫാമിൻ്റെ ട്വിറ്റർ വീഡിയോ ആയിട്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് ആ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നോട്ട് ടെക്സ്റ്റഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. നിങ്ങൾ അവനെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 8 ബ്ലോക്ക് മേലേക്ക് പോകണം. 1 2 3 4 5 6 7 8 ഒന്നുകൂടെ ആവട്ടെ 9. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡിലും ഒരു 3 ബ്ലോക്ക് അങ്ങോട്ട് വിടണം. 1 2 3. ഇതേപോലെ 4 ഭാഗത്തും 3 ബ്ലോക്ക് നേരെ അങ്ങോട്ട് പോകണം. അതേപോലെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി ഈ നമ്മൾ പ്ലസ് ഉണ്ടാക്കിയത് മൊത്തം ഫില്ല് ചെയ്യണം. ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് ഞാൻ ഇങ്ങനെ ബെഡ് പ്ലേസ് ചെയ്ത് പറഞ്ഞുതരാം. ഇതേപോലെ ഒരെണ്ണം വയ്ക്കുക. പിന്നെ ഇവിടെ ഇതേപോലെ വയ്ക്കുക. 4 സൈഡിലും ഇതേപോലെ ഈ രീതിയിൽ വയ്ക്കുക കേട്ടോ. ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 5 ബെഡ് ഇങ്ങനെ വെക്കുക. മൊത്തം 20 ബെഡാട്ടോ നമുക്ക് ഈ ഫാമിലുണ്ട്. വീണ്ടും തെറ്റിച്ച് ഇത് നമുക്ക് 20 ബെഡാട്ടെ ഇതിന് വേണ്ടേ. ഇനി ഇതേപോലെ ഒരു ബെഡ് വെക്കുക, 2 ബെഡ്. അപ്പോൾ മൊത്തം 20 ബെഡായി. ഇനി നമുക്ക് ഇത് കൊബിൾ സ്റ്റോണോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യണം ഈ ബെഡ്. ഓക്കെ, അപ്പോൾ ഞാനത് കവർ ചെയ്യട്ടെ. ഇതേപോലെ ഇരിക്കും. കവർ ചെയ്യാൻ പോവാണേ. അപ്പോൾ 1 2 ഇങ്ങനെ 2 ബ്ലോക്ക് വെച്ചതിന് ശേഷം ഈ ബെഡ് ഇങ്ങനെ കവർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ കവർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്കിത് 2 ബ്ലോക്ക് മേലേക്കായിട്ട് ഒരു മതിൽ പണിയാം. ഇതേപോലെ 1 2. പിന്നെ ഇങ്ങനെ മതിൽ ഇങ്ങനെ പണിത് പോവാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം ഒരു മതിൽ. ഓക്കെ, 1 2 ബ്ലോക്കാട്ടോ പാടുള്ളൂ. 3 ബ്ലോക്കൊന്നും പറ്റില്ല, 2 ബ്ലോക്ക്. അപ്പോൾ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും. ഇനി നമുക്കിനി വേണ്ട ഫ്ലെച്ചിങ് ടേബിളാണ്. നമ്മൾ ഫ്ലെച്ചിങ് ടേബിൾ ഞാൻ എപ്പോൾ ഇങ്ങനെ വെക്കണ പോലെ വെക്കണം. പിന്നെ ഞാൻ 4 സൈഡിലും ഈ ബ്ലോക്ക് എടുത്തിട്ടില്ല. 20 ഫ്ലെച്ചിങ് ടേബിൾ മാത്രമായിട്ട് ഞാൻ വെക്കണുള്ളൂ. ആ 4 സൈഡിലും ബ്ലോക്ക് അങ്ങനെ വെച്ചോ. പിന്നെ നമുക്ക് വേണ്ടത് വില്ലേജേഴ്സാണ്. വില്ലേജ് സ്പോണൊക്കെ എടുക്കട്ടെ. അപ്പോൾ 2 വില്ലേജേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരറ്റ്, പൊട്ടാറ്റോ, ബ്രെഡ് കൊണ്ട് ഇവരെയും ബ്രീഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവിലായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സ്പോണൊക്കെ എടുത്തേക്കണത്. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ തന്നെ ബ്രീഡ് ചെയ്യണം. പിന്നെ ഗ്രീൻ കോട്ടർ വില്ലേജേഴ്സ് വരുമ്പോൾ അവരെയും കൊല്ലണം കേട്ടോ. അവർ ജോലി എടുക്കില്ല, അതുകൊണ്ട് അവരെയും കൊല്ലണം. ജോലി എടുക്കണവർ മാത്രം നമുക്ക് മതി. സോ കണ്ടോ ഗൈസ്, നമ്മളിതാ ഒരു ഗ്രീൻ കോട്ടർ വില്ലേജറിനെ കിട്ടിയിട്ട് നമുക്ക് അവരെയും കൊല്ലടാ. അല്ല പിന്നെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ 20 വില്ലേജേഴ്സിനെ എടുക്കണം. സോ ഇനി നമുക്ക് 20 എണ്ണം വേണം. ഇപ്പം തന്നെ ഹിങ്കോളൊക്കെ സ്പോണാൻ തുടങ്ങി. നമ്മൾ പിന്നെ ഇവിടെ ടോർച്ച് വയ്ക്കണം, അല്ലെങ്കിൽ സോംബീസ് വന്ന് ഇവരെ കടിച്ച് കഴിഞ്ഞാൽ ഇവർ സോംബി ഇതാവും. വീണ്ടും എൻ്റെ മുന്നിൽ വരുന്ന സ്പോണായി. സോംബി വില്ലേജേഴ്സ് ആവും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇവൻ്റെ തലയുടെ മേലെ ഇത് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഞാൻ അയൻകുളത്തിൽ കൊന്നു. ഇനി 3 ബ്ലോക്ക് മേലെ അങ്ങോട്ട് ഒരു മതിൽ പണിയാം. നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതേപോലെ ഇരിക്കും. ഞാൻ അത് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ബ്ലോക്ക് മേലെയായിട്ട് ഒരു ഇത് പണിയാനാണ്. ഓക്കെ, 3 ബ്ലോക്ക് മേലെ 1 2 3. പിന്നെ ഇതേപോലെ ഒരു മതിൽ അങ്ങോട്ട് പണിയാം. 1 2 3 അങ്ങനെ 1 2 3 ഞാൻ വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഞാൻ ബ്ലോക്ക് മേടിക്കുന്നത് ഞാൻ പോസാക്കാൻ നോക്കണമെന്ന് ഒന്നും വിചാരിക്കരുത്. സോ ഞാൻ അപ്പോൾ 3 ബ്ലോക്ക് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതപ്പോൾ നമ്മൾ ബ്ലോക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി വേണ്ട ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹോപ്പർ എടുക്കണം. ഹോപ്പർ എവിടെയാണ്? നമുക്ക് ഹോപ്പർ കിട്ടി ഗൈസ്. ഈ ഹോപ്പർ നമ്മൾ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇവിടെ വെച്ചതിന് ശേഷം ഈ ഹോപ്പർ ആ ബ്ലോക്കിലേക്ക് ഫേസ് ചെയ്യണ പോലെ വെക്കണം. ഇതേപോലെ. പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് 4 ബ്ലോക്ക് അങ്ങോട്ടും കളയണം. എന്നിട്ട് വീണ്ടും പ്ലേസ് ചെയ്യണം, കളയരുത്. സോ
ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം 2 ചെസ്റ്റ് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു സ്റ്റെയർ കേസാണ്. നമുക്കിത് വീണ്ടും ഇവിടെ ഈ ബ്ലോക്ക് തന്നെ വെക്കണം. പിന്നെ ഞാൻ ഇവിടെ സ്ലാബാണ് വെക്കണം, അല്ലെങ്കിൽ ഈ ചെസ്റ്റ് ഓപ്പൺ ആവില്ല. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പോവാണേ. ഇതേപോലെ സ്റ്റെയർ കേസ് വേണ്ടല്ലേ, ലാഡർ അല്ലേ നല്ലത്. സോ കണ്ടോ, ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. സോ നമുക്കിനി വേണ്ട ഒരു സൈൻ ബോർഡ്, പിന്നെ ഒരു വാർപ്പിഡ് ഫെൻസുമാണ്, പിന്നെ ഒരു ലാവ ബക്കറ്റും. 3 സൈൻ ബോർഡ് ഇങ്ങനെ വെക്കണം. ഇതേപോലെ വെക്കുക. സോ പിന്നെ നമുക്കൊരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു വാർപ്പിഡ് ഫെൻസ് അങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ലാവ അങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഈ 2 സൈഡിലായിട്ട് ഒരു ബ്ലോക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. മാറ് പൂച്ചേ, എന്താ പൂച്ച പോ, ഈ കൊല്ലങ്ങോട്ട്. നമ്മളിവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇതും വെക്കാം, വാട്ടർ. ഇപ്പം തന്നെ ഗോളം ചാവാൻ തുടങ്ങിയത്. പിന്നെ ഇത്രയുള്ള പരിപാടി. ഈ 2 ഇത് ഞാൻ കൊന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണ ഒരു ഫാം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ ഇപ്പം തന്നെ നമുക്ക് 13,000 കിട്ടി. സോ നിങ്ങൾ ഈ ഫാം ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല എഫിഷ്യൻ്റ് ഒരു ഫാമാണ്. പിന്നെ സർവൈവലിൽ ഉണ്ടാക്കാനും എളുപ്പമാണിത്. പിന്നെ നിങ്ങൾക്ക് അയണ് നല്ല ക്ഷാമമുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ഹോപ്പറൊക്കെ നമുക്ക് 5 അയണല്ലേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നോട്ട് ഡെക്സ്റ്റർ വൈറ്റിയുടെ ലിങ്ക്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്. ബായ്.